പൊന്നാര ചങ്കളങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, സ്വന്തമായിട്ട് ഒരു വീട് സ്ഥലമൊക്കെ വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക്, അതും കുറഞ്ഞ വിലക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. കുറഞ്ഞ വിലക്ക് കൂടുതൽ സ്ഥലം അതിനകത്ത് കയറി കിടക്കാനതാ ഈ കാണുന്ന ഒരു വീടുള്ള ഒരു കറണ്ട് വെള്ളം വഴി എല്ലാ സൗകര്യം എല്ലാം ഉൾപ്പെടുന്ന 25 സെന്റ് സ്ഥലവും അതിനകത്ത് ഇതാക്കണം. ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോണ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവരുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പറഞ്ഞ് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോളേ പ്ലോട്ട് കാണുന്നതിന് മുന്നേ ആദ്യം തന്നെ സ്ഥലത്തിന്റെ വില ഉണ്ട് പറഞ്ഞുതരാൻ കേട്ടോ. നമ്മളെ സ്ഥലം വരുന്നത് മൊത്തം 25 സെന്റ് സ്ഥലമാണ് വരുന്നത്. അതിനകത്ത് ചെറിയൊരു വീടുണ്ട്. പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ വെറും 15 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. വെറും 15 ലക്ഷം റുപ്യ ചോദിക്കുന്നത്. സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർക്ക് ഒരു വീടും അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിക്കണമൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും, വാടകയ്ക്ക് നിൽക്കുന്നവർക്കൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്നത്. നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിൽ നമുക്ക് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ടാണ് സ്ഥലം വരുന്നത്. അത്യാവശ്യം ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പ്ലോട്ടിലോട്ട് തന്നെ കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാണുന്ന തന്നെ ആ സ്ഥലം കേട്ടോ. പിന്നെ അത് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ ഇവിടെ തൊട്ടടുത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇഷ്ടംപോലെ ആൾതാമസമുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. മണിമാളിക കുറഞ്ഞ വിലയ്ക്ക് മണിമാളികൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കല്ല, സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അല്ലേ? അതെ. നിങ്ങൾ ഈ വീഡിയോ ഇതേപോലെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലൊക്കെ നിങ്ങൾ അറിയില്ല ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ് തന്നെ നമുക്ക്. പിന്നെ ഇതാണ് ചുറ്റുപാട്, ഇതാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ടൊക്കെ ഇതാണ് ഫുള്ള് വീടുകളാണ്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് അല്ലേ? അവിടെ കണ്ടില്ല നിങ്ങൾ, ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളാണ് അങ്ങോട്ടുള്ളത്. പിന്നെ അതേപോലെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങളെ ചങ്കൾ ആരെങ്കിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അതും ചെറിയ വിലയാണ് ഓണർ ചോദിക്കുന്നത്. 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏറ്റവും കുറഞ്ഞ ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു വീട് സ്ഥലം കൊടുക്കാനുള്ളത് അല്ലേ? പിന്നെ കണ്ണൂരിന്നൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ ദൂരം കേട്ടോ ഇങ്ങോട്ട് എത്താനുള്ളത്. അതുപോലെ പറശ്ശിനിക്കടവ് എന്നൊക്കെ ആണെങ്കിൽ ഒരു 30 കിലോമീറ്ററും പിന്നെ പരിയാരത്തിന് ഒരു 18 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അടുത്തുള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ മാതമംഗലാണ്. മാതമംഗലം ടൗണിലോട്ട് വെറും 5 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇഷ്ടംപോലെ ബസ് ഓടുന്ന റൂട്ടാണ് നമുക്ക് ഈ പൊന്നമ്പാറ പിലാത്തറ റൂട്ട്. പിലാത്തറയിലോട്ട് ഏകദേശം ഒരു 18 കിലോമീറ്റർ തന്നെ അല്ലേ? അതെ. പിന്നെ നമുക്ക് ഓലയമ്പാടി എന്ന് പറഞ്ഞ അടുത്ത ടൗൺ ഉണ്ട്. ഓലയമ്പാടിയിലോട്ട് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതാണ് നമ്മളെ പ്ലോട്ട് കേട്ടോ. പ്ലോട്ട് നമ്മൾ കയറി വരുമ്പോഴത്തേനും വണ്ടികളൊക്കെ നമുക്ക് വീടിന്റെ മിറ്റ വരെ ചെല്ലാനുള്ള വഴി സൗകര്യം ഉണ്ട്. ഇപ്പൊ ഇവിടുന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ. നല്ല എന്താ പറയാ, ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം. വാഹനങ്ങളോ സൗണ്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ ഈ സ്ഥലമൊക്കെ എടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്കൊരു 5 കിലോമീറ്ററിൽ മാതമംഗലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് UP സ്കൂൾ ഉണ്ട്. അപ്പൊ സ്കൂളിന്റെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എത്രയൊക്കെയാണ് കേട്ടോ. 2 റൂം, ഹാള്, അടുക്കള എന്ന് വേണ്ട സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ്. സാധാരണ ഓടിട്ട വീടാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ മിറ്റൊക്കെ ഉണ്ടല്ലേ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ സൗകര്യത്തിന് മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇതാക്കണം വണ്ടികളൊക്കെ നേരെ നമുക്ക് ഇവിടെ മിറ്റത്ത് തന്നെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു പോർച്ച് പോലെ ഷെഡൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടി ഷെഡിലോട്ട് തന്നെ കയറ്റാനൊക്കെ സുഖമാണ്. മിറ്റത്തേക്ക് തന്നെ വണ്ടി വരും. ഇതാണ്ടില്ലേ നമ്മളെ വണ്ടി കൊണ്ടുപോയി നിർത്തിട്ടാണ്ടില്ലേ. പിന്നെ ഇതാക്കണ അത്യാവശ്യം നല്ല മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട് ഇങ്ങനെ നോക്കിക്കോളിട്ടോ. അതാക്കണ വീടിന്റെ തറ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാക്കണ വീടിന്റെ തറയെല്ലാം വെട്ടുകല്ല് വെച്ച് കെട്ടിയിട്ടുള്ളതാണ്. കണ്ടില്ല, നല്ല സ്ട്രോങ്ങിലാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാക്കണം വീടിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ചൊന്ന് പെയിന്റിങ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതാക്കണ നോക്കി വെള്ളത്തിന്റെ ടാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 ലിറ്ററിന്റെ ടാങ്ക് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ അകവശം മൊത്തത്തിലൊന്ന് കാണാം. അതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിന്റെ ഒക്കെ ഫ്രണ്ടിലാണല്ലേ ഇതേമാതിരി ഗ്രില്ലൊക്കെ ഇട്ട് സ്റ്റീൽ വർക്ക് എല്ലാം ചെയ്തിട്ട് ഫുള്ള് ഡോറും കാര്യങ്ങളൊക്കെ അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അത് സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാലേ. അതായത് ഒരുപാട് ആൾക്കാർ
ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വീട് മേടിക്കാനും വെക്കാനും സ്ഥലം മേടിക്കാനും ഒന്നും കഴിയാതെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 5 സെന്റോ 10 സെന്റോ ചെറിയൊരു പെരയും കൂടി ഉണ്ടായിട്ട് നമുക്ക് ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടിയെന്നെങ്കിൽ എന്ന് കരുതുന്നവരും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളി. നിലമൊക്കെ ഇതാക്കണം. ഇപ്പൊ നിലവിൽ എല്ലായിടത്തും ഇതേമാതിരി കാവ്യാണ് ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്ന് ടൈൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വീട് പിന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ പെയിന്റ് അടിച്ച് കഴിഞ്ഞാലും നല്ല ഒരു ഭംഗിയായിരിക്കും. അതേമാതിരി റൂഫൊക്കെയാണ് ഫുള്ള് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മരത്തിന്റെ കൈക്കോല സംഭവങ്ങളോ പട്ടികയോ ഒന്നുമില്ല, ഒക്കെ മാറ്റിയിട്ട് ഇരുമ്പിന്റെതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു പൂതലോ ഓർക്കുത്തന്റെ കുത്തലോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല. മരത്തിന്റെ ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഒക്കെ നല്ല ക്ലിയർ. പിന്നെ ഇത് ജനല് വാതില് കട്ടില, ഈ കട്ടിലപ്പടി ഉള്ളത് ഫുള്ള് സിമെന്റിന്റെ ആണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ റൂം കണ്ടില്ല, ചെറിയ റൂമാണ്, സാധാരണ ഫാമിലിക്ക് പറ്റിയ ചെറിയ റൂമാണ്. ഇതുണ്ടല്ല റാക്ക് ഉണ്ട്, ഈ ഭാഗത്ത് റാക്കെല്ലാം ഉണ്ട്, ഒരു റാക്കെല്ലാം പിടിപ്പിച്ച് അതുമാതിരി ഇനി ഒന്ന് പെയിന്റിങ്ങും ചെയ്ത് ഒന്ന് സീലിംഗ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വീടായിരിക്കും കേട്ടോ. 2 സൈഡിലും ഒറ്റക്കള്ളി ജനലാണ് വരുന്നത്. അതേമാതിരി ഡോറൊക്കെ ഫുള്ള് മരത്തിന്റെ ആണ്. ഡോറൊക്കെ മാറ്റാനായിട്ടുണ്ട്, കുറച്ച് മോശമായിട്ടുണ്ട് ഡോറും കാര്യങ്ങളൊക്കെ കേട്ടോ. ആ ഡോറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീടൊന്ന് പുതുപുത്തനാക്കി കഴിഞ്ഞാണ്ടല്ലോ നല്ല ഭംഗിയുള്ള വീടായിരിക്കും, ഒതുങ്ങിയ വീട്. ഇതാണ് ഹാളാണെങ്കിലും നമുക്ക് ഹാളിക്ക് വരികയാണെങ്കിലും നല്ല സൗകര്യമുള്ള ഹാളാണ് കേട്ടോ. ഇതല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണ് കറണ്ടിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കറണ്ടിന്റെ കണക്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പൊ താമസം ഇല്ലാത്തതുകൊണ്ട് കണക്ഷൻ കട്ടാക്കിയിട്ടേക്കാണ്. അപ്പൊ റൂഫ് കണ്ടില്ല നിങ്ങള്, ഫുള്ള് സ്റ്റീൽ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, നല്ല നീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. എവിടെ ഒരു ഇതായിട്ട് കിടക്കണമൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു വീടിന് ചെറിയ മെയിൻ്റനൻസ് വർക്ക് ഉള്ളതാണ്. പെയിന്റിങ്ങും അതുപോലെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഇതേമാതിരിക്കുള്ള ചെറിയ ചെറിയ വീടുകളും ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും തുടച്ചൊക്കെ വൃത്തിയാക്കി കൊണ്ടുനടക്കാൻ നല്ല സുഖമായിരിക്കും. എല്ലായിടത്തും നമ്മളെ കയ്യും കണ്ണും എത്തും. മറ്റേത് വലിയ വീടാകുമ്പോൾ നമ്മളെ കൊണ്ട് എല്ലായിടത്തേക്കും തുടച്ചു അടിച്ചു വാരിയൊന്നും എത്തൂല നമ്മള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വേറെ ആൾക്കാരെ പണിക്ക് വിളിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഇങ്ങോട്ട് നോക്കിയാണ് ഹാളിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു വേറൊരു ഹാൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു മേശയൊക്കെ ഇടാം. ഒരു 4 ആൾക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിനുള്ള 4-5 ആൾക്ക് ഇരിക്കാൻ സൗകര്യത്തിനുള്ള ഒരു മേശയൊക്കെ ഇടാനുള്ള അത്രയ്ക്കും സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ജനല് ഒറ്റക്കള്ളി ജനല എല്ലായിടത്തും ഉള്ളത് ഇതേമാതിരി ഇവിടെ ഉണ്ട്. പിന്നെ ആകണ് ആ സൈഡിലും എല്ലായിടത്തും ഇതേമാതിരി ഒറ്റക്കള്ളി ജനലാണുള്ളത്. 2-3 ജനൽപ്പാളി മാറ്റേണ്ടി വരും അല്ലെ? ബാക്കിയെല്ലാം വേണമെങ്കിൽ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് പുതിയതാക്കി എടുത്തു കഴിഞ്ഞാൽ വീട് ജനലും വാതിലും കട്ടിലേയും മാറ്റുക, പെയിന്റ് അടിക്കുക, സീലിംഗ് വർക്ക്, നിലൊക്കെ ഫുള്ള് ടൈലാക്കുക, മതി, എമ്പാടും മതി. വേറെ ഒരു പണി വീടിനില്ല, അത്രേ ഉള്ളൂ. റൂഫിൻ്റെതൊക്കെ ക്ലിയർ ആക്കിയിട്ടുള്ളതാണ്, പട്ടികൊക്കെ മാറ്റി എല്ലാം കഴുക്കോലെല്ലാം മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതാ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കണ്ടില്ലേ, അടുക്കളയൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കളയാണ് കേട്ടോ. സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കണ പൈസക്കുള്ള സൗകര്യം, കൊടുക്കണ പൈസക്കുള്ള സൗകര്യം ഉണ്ട്. അതായത് 2 റൂമുണ്ട്, ഹാളുണ്ട്, പിന്നെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഒരു ഹാളുണ്ട്. ഇതാണ് അടുക്കളയാണെങ്കിൽ ഇതാക്കണം വിറകടുപ്പാണുള്ളത്. ഇത് കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്, മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലുവാടുപ്പൊക്കെ ആക്കി ഒന്ന് സെറ്റ് ആക്കാം. ചുറ്റുഭാഗം ടൈലൊക്കെ ഇട്ട് ചുമരുമ്പോ കൂടി വേണമെങ്കിൽ ഒന്ന് ടൈലൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആക്കാം. പിന്നെ വേണമെങ്കിൽ ഇതാക്കണേ പാതകം കണ്ടില്ലേ, നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഈ പാതകം വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ടൈലൊക്കെ ഇട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഫാബ്രിക്കേഷൻ വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ഇതാക്കണം ഈ ഭാഗത്തോണ്ട് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യാം. ഇവിടെ ഉണ്ട് ഒരു റാക്ക്, ഇതിലൊക്കെ വേണമെങ്കിൽ അതേമാതിരി സെറ്റ് ആക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പാത്രം കഴുകാനുള്ള സൗകര്യത്തിന് ഈ ഒരു ഭാഗത്ത് സിങ്കെല്ലാം വെക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു ഗ്യാപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ വെറും 15 ലക്ഷം രൂപയാണ് ഈ 25 സെന്റ് സ്ഥലത്തിന് ഈ കാണുന്ന വീടിന് കിട്ടോ. ഈ ജാതി വിലക്ക് എവിടെയെങ്കിലും ഇതേമാതിരി 25 സെന്റ് സ്ഥലം ഇതേമാതിരി ഒരു വീടും 15 ലക്ഷം രൂപയ്ക്ക് കിട്ടും നിങ്ങൾക്ക് എവിടെയും. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ. പിന്നെ ഇതാക്കണം അടുക്കളേന്റെ വാതിലാണിത്, മരത്തിന്റെ ആണ്, ഇത് പോയിട്ടുണ്ട്, മാറ്റാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് പള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്ക് പള്ളിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേറെ 300 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചർച്ച് ഉണ്ട്, മുസ്ലിം പള്ളി ഉണ്ട്. അതുപോലെ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മീൻകുളം അമ്പലം ഉണ്ട്. അപ്പൊ ആരാധനാലയങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഇതാക്കണം പുറത്തേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കി, എവിടെയാണ് കോമൺ ബാത്റൂം വരുന്ന, ബാത്റൂമും കുറച്ചൊന്ന് റെഡിയാക്കാനുണ്ട്. മൊത്തത്തിലൊന്ന് ചെറിയ രീതിയിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് അങ്ങോട്ട് വീടുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളിലാണ്. ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്താലേ, ഫസ്റ്റ് തന്നെ കാണിച്ചാണ്. ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ്, സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബസ് റൂട്ടിൽ മെയിൻ എന്ത് സൗകര്യം എന്താ വെച്ചാൽ ബസ് റൂട്ടിൽ നിന്ന് വെറും ഈ 300 മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എല്ലായിടത്തോട്ടും ബസ് റൂട്ട് ഉണ്ട്. കണ്ണൂരിന് 40 കിലോമീറ്റർ ഉള്ളൂ. പയ്യന്നൂരിനാണെങ്കിലും തളിപ്പറമ്പിനൊക്കെ ആണെങ്കിലൊക്കെ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. വലിയ വലിയ വീടുകളല്ല, ചെറിയ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ തെരഞ്ഞെടുക്കണ നിങ്ങളെ ചങ്കുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ
മാക്സിമം ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ. അതെ, നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. പൊന്നമ്പാറ പിലാത്ര ഈ രണ്ടിന്റെ ഇടയ്ക്ക് കണ്ണാടിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി ബാക്കിയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ, ഇനി ഇതാക്കണ വീടിന്റെ ബാക്ക് സൈഡും ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാക്കണ വീടിന്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്. വേണമെങ്കിൽ 2-3 വണ്ടിയൊക്കെ നമുക്ക് മിറ്റത്ത് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്താം. പിന്നെ വേറെ കാര്യമുണ്ട്, പിന്നെ 15 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി 2 ആൾക്കാരുണ്ടെങ്കിൽ, ഒരു ഫാമിലിയിൽ 2 ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ ഒരു വീട് എടുക്കാം, വേറൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു വീടും കൂടി വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 വീടൊക്കെ വെക്കാം അല്ലെ. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളെ അറിവിൽ ഇതേപോലെ ആരെങ്കിലും 2 ആൾക്കാർ ഫാമിലി റിലേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും അല്ലെ. അങ്ങനെ പറ്റും. ഇനി ഫ്രണ്ട്സുകൾ തമ്മിലായിട്ടാണെങ്കിൽ അങ്ങനെയും പറ്റും കേട്ടോ, ഷെയർ ചെയ്തിട്ട് എടുക്കാം. പിന്നെ 15 ലക്ഷം ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. കറണ്ട്, വെള്ളം, വഴി എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇങ്ങോട്ട് വരി. വെള്ളത്തിന്റെ സൗകര്യത്തിന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള ഒരു ബോർവെല്ലുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ബോർവെല്ല് വരുന്നത്. ഇതാക്കണേ ബോർവെല്. പിന്നെ മോട്ടർ വെച്ചിട്ടില്ല, മോട്ടർ വെക്കണം. വെള്ളമൊക്കെ ഉള്ളതാണ്. അന്ന് ഇത് അവര് നേരത്തെ മൂടിട്ടിട്ട് പോയതാണ്ടോ. ചെറിയൊരു കല്ലിട്ടാലും വെള്ളം ചെറുതിടാ, ചെറുത് വലുതിടല്ലേ. ഹലോ, വെള്ളമൊക്കെ കേട്ടോ. അതത്ര കേട്ടാ മതി, അതിനകത്ത് കല്ലെന്ന് അറിയാം. പിന്നെ ഇതാണ് ബാത്റൂം ഉള്ളത്. ബാത്റൂമിന് കുറച്ച് പണിയുണ്ട്. പിന്നെ നമുക്ക് ഒരു 1000 ലിറ്ററിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട് അല്ലേ. അതെ, ഇത്രയാണ് നമ്മളെ ഈ ഒരു വീടിന്റെ. പിന്നെ ബാക്ക് സൈഡിലോട്ടും കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ. ഇതാണ് ഈ തെളിഞ്ഞ് കിടക്കുന്ന ഫുള്ള് നമ്മളെ സ്ഥലം തന്നെയാണ്. മിറ്റത്ത് ഇത് കണ്ടോ, ഇവിടെ ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നല്ല കിട്ടുള്ളൂ ഉണ്ടല്ലേ. മിറ്റത്ത് ഒരു മാവൊക്കെ ഉണ്ട്, നല്ല കായ്ക്കുന്ന മാവാണ്. അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം അല്ലെ. പച്ചക്കറി, കപ്പ, ചേന, ചേമ്പ് ഒക്കെ ഇതിലൊക്കെ മിറ്റം വഴി, സൈഡ് വഴിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നടാം. അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇങ്ങോട്ട് അടുത്ത വീടുണ്ട്, അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തും വീടുണ്ട് അല്ലേ. പിന്നെ നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ട് റോഡ് പോകണ്ട, അതിലൊക്കെ വീടുകളുണ്ട്, ഇഷ്ടം പോലെ വീടുകളുടെ ഏരിയ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. സ്ഥലമൊക്കെ ഏകദേശം എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. സ്ഥലം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. വെറും 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു 25 സെന്റ് സ്ഥലവും ഈ ഒരു വീടും വിൽപ്പനയ്ക്കുള്ളത്. താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലൻ പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.